അങ്ങനെ ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥ വന്നു. ഇതിന് ഞാൻ ഈ അവസരത്തിൽ ഒരു വിജയമായോ അല്ലെങ്കിൽ ഒരു മുട്ടുമടക്കലായിട്ടോ കാണുന്നില്ല. ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ജനാധിപത്യത്തിൽ ഇതേപോലെ നമ്മൾ ആശയങ്ങൾ പങ്കുവെക്കുകയും അതിനനുസരിച്ച് ഭരണകൂടം മാറ്റങ്ങൾ വരുത്തുകയും വേണം. അതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും. അതായത് ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് ഭരണകൂടം വളരെ പ്രാധാന്യം നൽകേണ്ടത്. അതുപോലെ ലേശം താമസിച്ചെങ്കിലും പ്രധാനമന്ത്രി ഇതിനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനർത്ഥം പ്രധാനമന്ത്രി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറായി എന്നതാണ്. അതേപോലെ തന്നെ ഇനി ഈ പരീക്ഷ നടത്തിപ്പ് വളരെ ലളിതമായിട്ടല്ലാതെ വളരെ സെക്യൂരിറ്റിയോടുകൂടി നടത്താനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ പ്രധാനമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി, ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുന്നു. വളരെ നല്ല കാര്യം. ഇത് സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കണം. സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പരീക്ഷയുടെ ക്രമക്കേടുകളും ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. രാജ്യവ്യാപകമായിട്ട് ഈ സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതിന് ഫലം കാണാൻ സാധ്യതയില്ല. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസ ക്രമം ഉണ്ടായാൽ അവർ സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൂടും. അപ്പോൾ അതിനാൽ ഈ ഭരണകൂടങ്ങൾ വളരെ ഇത്തരം കാര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഒരു ജനാധിപത്യ വിജയമായിട്ടാണ് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതുപോലെ ഈ സമരങ്ങളുണ്ടാകുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ ഇതിലേക്ക് ഇടകലർത്തുന്നതായിട്ട് കാണാം. അതൊട്ടും ശരിയല്ല. ഇപ്പോൾ പല സമയത്തും പറയുന്നത് ഇത് പാകിസ്ഥാൻ അജണ്ടയാണ്, ഖലൂജിസ്ഥാൻ അജണ്ടയാണ്, മറ്റേ വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നത് തീവ്രവാദികളാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് തെളിവ് ഉണ്ടെങ്കിൽ മാത്രം പറയുക. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പൈസ വന്നതിന് വ്യക്തമായ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് വ്യക്തമായി പറയുക. അതുപോലെ കള്ളും കഞ്ചാവും അതുപോലെ ഭക്ഷണവും അടിക്കാൻ വേണ്ടിയാണ് അവരവിടെ ഇരിക്കുന്നതെന്നുള്ള തെളിവുണ്ടെങ്കിൽ മാത്രം പറയുക. തെളിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നേഴ്സിംഗ് സമരം ഉണ്ടായപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നത് ഈ സമരത്തിലിരിക്കുന്ന നേഴ്സുമാരൊക്കെ തീവ്രവാദികളാണ്, ഇവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് എന്നാണ്. ഇത് തെറ്റായ നിങ്ങളുടെ വാദങ്ങളാണ്. ഇത്തരം വാദങ്ങൾ നിരത്താതിരിക്കുക. നിങ്ങളുടെ പരാജയം ഇതേപോലെ വാദങ്ങൾ നിരത്തി ആകരുത്. നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയുക. അല്ലാതെ അവർക്ക് അജണ്ടയുണ്ട്, അതാണ് ഇതാണ് എന്ന് പറയാതിരിക്കുക. അതിന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ വേണം. അതല്ലാതെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാതിരിക്കുക. അത് അടുത്ത ഇതിലും ഇനിയൊരു സമരം ഉണ്ടായാലും അവരെന്നെ പ്രകോപിപ്പിക്കാതിരിക്കുക. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കുന്നത്. പ്രകോപനപരമായിട്ടുള്ള നടപടികൾ, അഭിപ്രായങ്ങൾ ആരും നടത്താതിരിക്കുക. തെളിവുണ്ടെങ്കിൽ മാത്രം പറയുക. Licks